നീ എന്താ പറഞ്ഞേ? എങ്ങോട്ട് പോണ കാര്യ നീ പറയണത് അർജുൻ? ഏട്ടൻ ഉദ്ദേശിച്ചത് തന്നെയാ. ഞങ്ങൾ തിരിച്ചു പോവാ. തിരിച്ചു പോവേ? അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചിട്ടാ? നിങ്ങള് എവിടേക്കും പോണില്ല, അത്ര തന്നെ. ഇല്ല ഏട്ടത്തി, തിരിച്ചു പോണം. ബിസിനസ്സും എല്ലാം അവിടെയല്ലേ. എത്ര നാളെന്ന് വെച്ചാ ഇവിടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് പോവാൻ തന്നെയാ എൻ്റെ തീരുമാനം. ആരും ഇവനിത് എന്തൊക്കെയാ പറയണത്? നീ എന്താ എന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്നും പറയാതിരുന്നത്? എനിക്കറിയില്ല ഏട്ടാ, ഞാനും ഇപ്പോഴാ ഇതൊക്കെ അറിയുന്നത്. എൻ്റെ അടുത്ത് അർജു ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങൾക്കും ഒന്നും അറിയില്ലേ? ഇല്ല, ഞങ്ങൾക്കും ഒന്നും അറിയില്ല. അവർക്കൊന്നും ഒന്നും അറിയില്ല. ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാന. അല്ലെങ്കിലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഏട്ടാ. ഞാൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയും പ്രശ്നങ്ങളെ സംഭവിക്കുള്ളൂ. ഇപ്പൊ തന്നെ അതുകൊണ്ട് വേണ്ട ഏട്ടാ, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. ഞങ്ങളുടെ തൊഴിലിന് പറ്റിയത് ന്യൂയോർക്ക് തന്നെയാ. അർജുൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോ ഞാനോ? നീ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമൊക്കെ എടുക്കാറായോ? എന്നെ ഇവിടെ തനിച്ചാക്കി പോവാനാണോ നിന്റെ തീരുമാനം? എനിക്കൊന്നും പറയാനില്ല, വാ പോവാം. നിങ്ങൾ വിഷമിക്കേണ്ട. അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞതാവും. ഞങ്ങള് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. അവൻ എന്തായാലും ഇങ്ങനൊരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കില്ല. ഞങ്ങൾ സംസാരിക്കാം. അർജുൻ, വി നീഡ് ടു ടോക്ക്. എനിക്കറിയാം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളതെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അർജുൻ, നീ എന്താ ഇങ്ങനെ? ഏട്ടത്തി ചോദിച്ച പോലെ അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ നേരിട്ടിട്ടല്ലോ. എന്നിട്ടും നീ എന്താ ഈ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ നിന്ന് ഇവരെയൊക്കെ വിട്ടിട്ട് തിരിച്ചു പോവാന്നൊക്കെ പറയുന്നത്? അതും പോരാഞ്ഞിട്ട് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പറയാത്തത് പോട്ടെ, ആരുടെ അടുത്ത് പോലും സംസാരിക്കാതെ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി? അപ്പോഴത്തെ അവസ്ഥ പോലെയല്ല ഇപ്പോ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ. അന്ന് ഞാൻ ഒറ്റത്തടിയ. എനിക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതുപോലെയല്ല. എന്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരു, ഏട്ടൻ, ഏട്ടത്തി, ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിതങ്ങനെ സഹിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ ആരും അവർ കിഡ്നാപ്പ് ചെയ്യാനുള്ള കാരണം ഞാനല്ലേ. എന്നെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ കുറച്ചു നേരത്തേക്കെങ്കിലും അവരൊക്കെ വേദനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയും അവരെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് തിരിച്ചു പോവാം, അതാ നല്ലത്. ഇവരെയൊക്കെ വിട്ടുപോയാ നീ ഹാപ്പി ആയിരിക്കോ? അത് നീ പറ. ഇവരൊക്കെ ഇവിടെ വിട്ടിട്ട് നീ ന്യൂയോർക്കിൽ പോയാ നീ സന്തോഷത്തോടെ പഴയതുപോലെ മാഫിയ പണി നോക്കി ജീവിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല അർജുൻ, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ഞങ്ങൾ നിന്നെ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ ഉള്ളിൽ എന്താന്നുള്ളത്. അതുകൊണ്ടാ പറയുന്നത്, പ്ലീസ് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് ആരുമില്ലാതെ ഒരു ജീവിതം ഉണ്ടോടാ? എനിക്കറിയില്ല, എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഞാനിപ്പോ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല.
എൻ്റെ പ്രയോറിറ്റി ഇവരുടെ സേഫ്റ്റി മാത്രമാണ്. ഞാൻ എത്ര വേദനിച്ചാലും ഇറ്റ്സ് നോട്ട് കെയർ അബൌട്ട്. പക്ഷെ അതുപോലെയല്ല, ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതും ഞാൻ കാരണം സംഭവിച്ചാൽ, എനിക്ക് പിന്നെ എന്നോട് പൊറുക്കാൻ പറ്റില്ല. സോ ഇവരിവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ, സമാധാനത്തോടെ. എന്തിനാ വെറുതെ നമ്മുടെ ലൈഫിലേക്ക് ഇവർ വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് ശരിയാണ്, എനിക്ക് ആരുമില്ലാതെ പറ്റില്ല. പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ല. അതിന് ഇതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ലേ അർജുൻ? നീ എന്താ നിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നത്? നിങ്ങളെ രണ്ടുപേരും സംസാരിക്കേ, ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് കാണും. ആരൂ, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട അർജു. നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രല്ലേ ചിന്തയുള്ളൂ. ഇതിനു മുൻപും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാ. അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് പ്രോബ്ലം നീ ഇതിൽ കണ്ടുപിടിച്ചത്? ഇപ്പൊ എല്ലാം അവസാനിച്ചില്ലേ? എന്നിട്ടും നീ ഇപ്പോ എന്നെ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അർജു. നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്? ആരു, അങ്ങനെയല്ലടാ. ഞാൻ ഒരിക്കലും എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചിട്ടല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാൻ കാരണം നീ ഇന്നലെ ഒരുപാട് വിഷമിച്ചത്. ഞാൻ കാരണല്ലേ ഏട്ടനും ഏട്ടത്തി അഞ്ചും ഒക്കെ ബുദ്ധിമുട്ടിയത്. എൻ്റെ ഈ ജോലി കാരണം. ശരിയാ, ഇതിനു മുന്നും നിനക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിനും കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ. നിങ്ങളെല്ലാം പച്ചയായ മനുഷ്യരാ. നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം തന്നെ വരാൻ കാരണം ഞാനല്ലേ. ഇനി ഭാവിയിൽ ഇതുപോലെ ഉണ്ടാവില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അപ്പൊ ചിലപ്പോ ഇതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നാലോ? ഇതിനപ്പുറം ബുദ്ധിമുട്ട് വന്നാലും ഞാൻ സഹിക്കും അർജു. ബിക്കോസ് ഐ ലവ് യു. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഇത്രേ കാലം ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാ. അതെന്താ നീ കാണാത്തത്? അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആരു. നീ എന്നെ സ്നേഹിക്കുന്നതിനെ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതു. നിന്നെ ഒരു അബദ്ധം കൂടാതെ ജീവിതകാലം മുഴുവൻ നീ ഇതുപോലെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കൂടെ നടന്ന ചിലപ്പോ നിനക്കതിന് സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ടല്ലേടാ. നീ പറയുന്നത് മനസ്സിലാക്ക്. നീ ഇവിടെ നിന്നോ, ഞാൻ തിരിച്ചു പോയിക്കോളാം. നിന്നെ ഒരിക്കലും മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ആരും. എന്റെ മരണം വരെ നീ മാത്രമായിരിക്കും എന്റെ മനസ്സിൽ. വേറൊരാൾക്കും അവിടെ സ്ഥാനം ഉണ്ടായിരിക്കില്ല. പക്ഷെ എനിക്കൊരിക്കലും അപ്പൊ നീ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഈ ജോലി ഉപേക്ഷിച്ചാ പോരാന്ന്. പക്ഷെ ഈ ലോകത്ത് വേറെ ഏതൊരു ജോലിയിലും റിട്ടയർമെന്റ് ഉണ്ട്. പക്ഷെ മാഫിയയില് റിട്ടയർമെന്റ് ഇല്ല. അവിടെ നമ്മൾ ഇതിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞ നമ്മൾ അവിടെ തീരും. അങ്ങനൊരു പ്രത്യേകതരം ജോലിയാ. സോ എനിക്കിതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല അർജുൻ ഇങ്ങനെയായി പോയി. എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ആരു നിന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിന്. ഞാൻ വാക്ക് തന്നതാ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നു. പക്ഷെ നിന്റെ നല്ലതിന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. നീ ഒന്നെന്നെ മനസ്സിലാക്ക് പ്ലീസ് ഡാ. അതിന്റെ മറുപടി എന്ന പോലെ
അർജുന്റെ അടുത്ത് നിന്ന് ഒന്നും പറയാതെ ആരു ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരുവിനെ തിരിച്ചു വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് അർജുൻ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് അതിനനുവദിച്ചിരുന്നില്ല. കാരണം ഇനി അവനെ തിരിച്ചു വിളിച്ച അർജുൻ ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ആഗ്രഹം അവൻ മൂടി വെച്ചു. വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻമുഖമെങ്ങനെ കാണും, ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻമൊഴി എങ്ങനെ കേൾക്കും. നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രണയക്കടലോ. നിങ്ങളപ്പോ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞങ്ങളെല്ലാവരും പോണില്ല ഏട്ടാ, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ തിരിച്ച്. അർജുൻ, നീ എന്തീ പറയുന്നത്? നീ ഒറ്റയ്ക്കോ? അപ്പോ ഞങ്ങളോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ ജീവിതവും ഇങ്ങനെ, നിങ്ങളുടെ കൂടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ക്രിസ്റ്റി, നീ അഞ്ജുന് വാക്ക് കൊടുത്തതല്ലേ അവളെ കല്യാണം കഴിക്കാന്ന്? സോ നീ അവളെ കല്യാണം കഴിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് സുഖമായിട്ട് ഇവിടെ താമസിക്കണം. അതുപോലെ തന്നെ നീയും ഒരു പെണ്ണിനെ കെട്ടണം. എന്നിട്ട് നീയും സുഖമായിട്ട് ഇവിടെ ജീവിക്കണം. അർജുൻ, പക്ഷെ ഞങ്ങൾക്കത് സമ്മതമല്ലെങ്കിലോ? നീ പറയുന്നതേ ഇന്നേ വരെ ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യം നിന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഒരിക്കലും വിടില്ല. അർജുൻ ജനിച്ചന്ന് മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു, ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാം തുടങ്ങിയത്. സോ എല്ലാം ഒറ്റയ്ക്ക് തന്നെ അവസാനിച്ചാൽ മതി. അതുകൊണ്ട് ഈ തീരുമാനം എന്റെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. ആരു, നീ എന്തോന്നും പറയാതെ നിൽക്കുന്നത്? നീ അർജുന്റെ അടുത്തൊന്നും പറ. അവൻ നീ ഒറ്റയ്ക്ക് പോവാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ആരു, നീ പറ. നീ പറഞ്ഞ അവൻ കേക്കും. ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുമായിരുന്നെങ്കിൽ മുന്നേ അവൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാനെ. എല്ലാം അവൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അത് ഇനി ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. ഈ ഞാൻ പറഞ്ഞാ കൂടി. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അവന്റെ പിടിവാശിയിലാ അവൻ ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആരും പിടിച്ചു നിർത്താനുമില്ല. എല്ലാവർക്കും അവരവരുടെ ലൈഫല്ലേ വലുത്. സോ അവന്റെ തീരുമാനം അതാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എനിക്കറിയാം എൻ്റെ ഈ ഒരു തീരുമാനം എല്ലാവരിലും ഒരുപാട് വിഷമമുണ്ടാക്കിയെന്ന്. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെന്നെ മറക്കും. പിന്നെ എല്ലാം പഴയതുപോലെയാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ അല്ലല്ലോ. എൻ്റെ ലൈഫ് എന്തായാലും നശിച്ചു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിചാരം എനിക്ക് വിഷമില്ല എന്നാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ട. ഞാൻ അത്രയ്ക്ക് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ. ഐ ആം സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനിയൊരു യാത്ര പറച്ചില്ല. ഞാൻ ഇറങ്ങാം. സാറ് വന്നല്ലേ? ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നെത്തുമെന്ന്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ബാക്കി രണ്ടുപേരും എവിടെയാ? അവരിനി ഇങ്ങോട്ട് വരില്ല. ഈ സാമ്രാജ്യത്ത് ഇനി ഞാൻ മാത്രമായിരിക്കും, വേറെ ആരുണ്ടാവില്ല. ഇത്രയും നാളും ഈ ഒരു വലിയ ബംഗ്ലാവില് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കായിരിക്കുമെന്നല്ല, ഒറ്റയ്ക്കാണ്. സാറ് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാം തനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. താനിപ്പോൾ ചെല്ലും. എനിക്ക് ഒരു സ്ട്രോങ് ചായ പറ. யாரிவன் யாரிவன் ஓர் மாயவன் மெய்யானவன் அன்பில் யாரிவன் யாரிவன் நான் நேசிக்கும் கண்ணீரிவன் நெஞ்சில் ആരു, എൻ്റെ വിച്ചായൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമായി. ഇനിയും നിനക്കും വേണ്ടടാ ഒരു കൂട്ട്. 5 പറഞ്ഞാലും കാര്യമില്ല ആരു. നിനക്ക് ഒരു കൂട്ട് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പം നിന്റെ ഗ്രാജുവേഷനും കഴിഞ്ഞു, നിനക്കൊരു ജോലിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. നമുക്ക് ശരിയാ, എല്ലാവരും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാ. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹം നടക്കണമെന്ന് ഇല്ലല്ലോ. തൽക്കാലം എനിക്ക് വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. കൂട്ട് ഞാൻ ഇതിനു മാത്രം വേണ്ട. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല. ആരും ഏട്ടൻ ഇന്നേ വരെ നിന്റെ അടുത്ത് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഏട്ടൻ്റെ വലിയൊരു ആഗ്രഹം എൻ്റെ കുട്ടി നന്നായിട്ട് ജീവിക്കുന്നത് കാണുക എന്നുള്ളത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോൻ്റെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് ഒരു ജീവിതത്തെ പറ്റി ചിന്തിച്ചൂടെ? നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാ. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആരു, ഐ റിയലി മിസ് യുടാ. നീ ഇപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവോ? എവിടെന്ന് അല്ലേ? 1 വർഷം കഴിഞ്ഞു. 1 വർഷം അത് ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെയാ തീർന്നത്. നിന്നെ ഓർക്കാത്ത ഒരു ദിവസമല്ല, ഒരു നിമിഷം പോലും ഈ 1 വർഷത്തിനിടയിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലടാ. ഐ റിയലി മിസ് യു ആരു. ഐ മിസ് യു ടു. ആരു, നീ എന്താ ഇവിടെ? നീ ഒറ്റയ്ക്കാണോ വന്നത്? എങ്ങനെ ഇവിടേക്ക് എത്തിയത്? എങ്ങനെയാടാ വന്നത്? എന്താ എൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്? എല്ലാ ചോദ്യം കൂടി ഒരുമിച്ച് ചോദിച്ചാ
ഉത്തരം പറയാൻ പറ്റില്ല മാഷെ. ഓരോന്നോരോന്നായിട്ട് ചോദിക്ക്, ഞാൻ പറയാം. എന്തിനാടെ തിരിച്ചു വന്നേ? ഇയാളിവിടെ കിടന്ന് കരയുന്നത് കാണാൻ മനസ്സിലായോ? ഈ 1 കൊല്ലായിട്ട് എന്നെ മറക്കാതെ എന്നെ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന നിന്നെ കാണാനല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടാ വരണത്? എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടി, അവിടെ അഞ്ജുവിൻ്റെയും ക്രിസ്റ്റിച്ചാൻ്റെയും കല്യാണം കഴിഞ്ഞു. എന്നിട്ടും ഇതൊന്നും അറിയാത്ത മട്ടിൽ നീ ഇവിടെ വിഷമിച്ച് ആരുമില്ലാത്ത പോലെ ജീവിക്കുന്നുണ്ടല്ലോ. ആ വിഷമം കാണാൻ എനിക്ക് വയ്യടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ എങ്ങനെ നീ ഇങ്ങോട്ട് വന്നത്? എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു തരാം. 1 വർഷം കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. വേറൊരു റിലേഷൻഷിപ്പിന് ആലോചിച്ചുകൂടി, നിനക്കൊരു കൂട്ട് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു കൂട്ടേ ഉള്ളൂ, അത് ഈ അർജുനാണ്. സോ ഏട്ടനും ഏട്ടത്തിക്കും അഞ്ജുവിനും ക്രിസ്റ്റിച്ചാനും എല്ലാവർക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എത്രയൊക്കെ വർഷം കഴിഞ്ഞാലും അർജു എന്നെ മറക്കില്ല. അവൻ എന്നെ ഓർത്ത് കരഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്തൊക്കെ ആപത്തുകൾ നേരിടേണ്ടി വരുന്നാലും ശരി, അവനെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. സോ അത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എന്നതാ ഇങ്ങോട്ട് കെട്ടിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ആരും ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന്. നിനക്ക് എല്ലാ തരത്തിലും അപകടം ഉണ്ടാവും, അതുകൊണ്ടല്ല ഞാൻ നിന്നെ അവിടെ നിർത്തി പോകുന്നത്. പിന്നെ എന്തിനാടാ വെറുതെ? എനിക്ക് നീയില്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ നിനക്കും അങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സോ എന്തിനാടാ വെറുതെ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ഈ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിനെ നീ ഇങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കുന്നത്? ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ആരവ് അർജുനെ വിട്ട് എങ്ങോട്ടും പോയില്ല. ഇനി നമ്മൾ എന്നും ഒരുമിച്ചുണ്ടാവും. അപ്പോ എല്ലാം ഉറപ്പിച്ച് തന്നെയാണല്ലേ? ഇനി പറ, എന്താ മോൻ്റെ ഭാവി പ്ലാൻ? ഭാവി പ്ലാൻ ഈ മാഫിയയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽഡ് ആവാം. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് എന്തായാലും ബിസിനസ്സൊക്കെ ഇവിടെ തന്നെയല്ലേ, അപ്പോൾ ഈ ബിസിനസ് നോക്കി ഇവിടെ താമസിക്കാം. ഇടയ്ക്ക് വെക്കേഷന് നാട്ടിലേക്കും പോകും. അങ്ങനെ അങ്ങനെ കുറേ കാലം ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താണ് മാഷിൻ്റെ അഭിപ്രായം? എങ്കിൽ ഇനി ആര് പറയുന്നത് മാത്രം ഈ മാഫിയ കേൾക്കുന്നതായിരിക്കും. പോരെ? ഐ ലവ് യു അർജുൻ. ഐ ലവ് യു ടു ആരു. ഇനി നിന്റെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കാം. എന്നിട്ട് ഈ ന്യൂയോർക്കിൽ ഈ വീട്ടിൽ ലൈഫ് ലോങ് ഇതുപോലെ പ്രണയിച്ച് ജീവിക്കാം. ഒരാൾക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ വന്നാലും ശരി, ഈ അർജുൻ ഈ ആരവിനെ വിട്ട് എങ്ങോട്ടും പോകത്തൂല. ആരവിനെ ഇവിടെ നിന്ന് പോവാനും സമ്മതിക്കത്തില്ല.